അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വാട്ട് യു തിങ്ക് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ട്രിപ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ പോണ്ടിച്ചേരിയിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രാൻസിറ്റ് മാത്രമായിരുന്നു. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് കൊൽക്കട്ട നോർത്ത് ഈസ്റ്റ് എത്താറാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൊൽക്കട്ട വെസ്റ്റ് ബംഗാൾ കവർ ചെയ്ത് മഴ പിടിക്കുന്നതിന് മുമ്പ് നോർത്ത് ഈസ്റ്റ് കവർ ചെയ്യണം എന്നായിരുന്നു ടാർഗറ്റ്. പക്ഷെ എന്തായാലും നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്തിട്ടല്ലേ പോവുക. അപ്പോൾ ആ പാസ് ചെയ്ത് പോകുന്ന ട്രാൻസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു പകല് അല്ലെങ്കിൽ 1.5 പകല് നമുക്ക് ചിലവാക്കാം എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പോണ്ടിച്ചേരിക്ക് എത്തി. അപ്പോൾ പോണ്ടിച്ചേരി കറക്റ്റ് ഒരു 9:30-10 മണി റേഞ്ചിൽ അവിടെ ടൗണിൽ ചെന്ന് കയറി. അപ്പോൾ അവിടെയും ഒരു ആനന്ദഭവൻ റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ഫുഡ് കഴിച്ച് അവരുടെ പാർക്കിംഗ് ലോട്ടിൽ കാർ ഇട്ടു. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ സൈക്കിൾ പുറത്തെടുത്തു. പിന്നെ പോണ്ടിച്ചേരി ഫുൾ ഡേ ഉണ്ടായിരുന്നു. ഈവനിങ് ആണ് അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ആ ഫുൾ ഡേ നമ്മൾ സൈക്കിളിൽ തന്നെയാണ് പോയത്. ശരിക്കും പോണ്ടിച്ചേരിയിൽ അല്ലാണ്ട് തന്നെ ഇപ്പോൾ സൈക്കിളായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ പോലും സൈക്കിൾ ഇല്ലാണ്ട് ആര് പോവുകയാണെങ്കിലും അവിടെ സൈക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം സൈക്കിൾ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ പോണ്ടിച്ചേരിക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഈ കുറേ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്ത ഒരുപാട് ഫിലിംസ് ഇല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലുണ്ടായിരുന്ന ഫിലിം സ്വപ്നക്കൂടാണ്. അത് എൻ്റെ ഒരു +2 ടൈമിലുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ പോണ്ടിച്ചേരി ഇങ്ങനെ ആ ഒരു ടൂറിസം ഇതൊക്കെ കണ്ടപ്പം തന്നെ എങ്ങനെയാ പോണ്ടിച്ചേരിയെ പറ്റി ഭയങ്കര ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പോണ്ടിച്ചേരി ഇതുവരെ പോയിട്ടുമില്ല. അപ്പം അതിൽ ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിപ്പോൾ ഒന്ന് പോണ്ടിച്ചേരി പോവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കാണാം. ഇപ്പോൾ ഒരു ദിവസം പകലല്ലേ ഉണ്ടായുള്ളൂ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് ഗൂഗിളിൽ നോക്കി ബെസ്റ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് നോക്കിയിട്ട് ഒരു 4-5 സ്ഥലം ചൂസ് ചെയ്ത് വെച്ചിരുന്നു. ആ സ്ഥലത്താണ് നമ്മൾ പോയത്. നമ്മൾ പോയതൊക്കെ ഇങ്ങനെ അടുത്തടുത്തുള്ളതായിരുന്നു ആദ്യം കവർ ചെയ്ത് സൈക്കിളിൽ പോകുന്ന ദൂരത്ത്. പിന്നെ 1-2 സ്ഥലം മാത്രം കുറച്ച് ദൂരേക്ക് പോയി. ശരിക്കും പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ ഒരു ബീച്ചൊന്നുമല്ല, എത്രയോ ബീച്ചാണ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പോയത് മെയിൻ ആയിട്ടുള്ള ഒരു ബീച്ച്, ടൂറിസം സൈറ്റിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ബീച്ചിലാണ് പോയത്. അതേപോലെ തന്നെ അവിടെ ആരോബിന്ദോ ആശ്രമം ഉണ്ട്. നമ്മൾ ആ വൈറ്റ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ്. പക്ഷെ നമ്മളവിടെ കയറിയില്ല. പകരം വൈറ്റ് സ്ട്രീറ്റ് ഫുള്ള് കറങ്ങി നടന്നു, ചുമ്മാ എല്ലാം ഒന്ന് കണ്ടു. ഫുൾ ടൂറിസ്റ്റ് ആണ് അവിടെ എപ്പോഴും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അവിടെ ഫ്രഞ്ച് കോൺസുലേറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉള്ളോട്ട് കയറിയില്ല. പക്ഷേ നല്ല കളർഫുൾ ബിൽഡിങ്സാണ്. സിറ്റി ഒരു ഏരിയ ആണെങ്കിൽ ഫുള്ള് വൈറ്റ് സ്ട്രീറ്റ് വൈറ്റ് ടൗൺ ആണെങ്കിൽ ഒരു ഏരിയ ഫുള്ള് ഭയങ്കര കളർഫുൾ ആണ്. പിന്നെ ചുമർ ചിത്രങ്ങളുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് നിൽക്കാം. അപ്പം എനിക്ക് ഇതായിരുന്നു പണി. മെയിൻ ഫോട്ടോ വാൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് എടുക്കായിരുന്നു. ആർട്ട് പെയിൻറ് ഉണ്ട്. അപ്പോൾ അതൊരു സ്കോപ്പായിരുന്നു. പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള പള്ളി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ പള്ളി. ഫേമസ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പോയി എല്ലാം ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഫോം നമ്മൾ ട്രൈ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഫുഡ് കഴിച്ചു. സ്ട്രീറ്റ് ഫുഡൊന്നും അവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ വളരെ ഒത്തൻറ്റിക് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന സംഭവമൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ സാധാ നല്ല ഫുഡ്, ചോറ്, അവരുടെ സ്റ്റൈൽ ഓഫ് ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോവില്ല എന്ന് പറയുന്ന അതാണ് മെയിൻലി ടൂറിസത്തിൽ ഇപ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലം ഒരു എക്കോ ഫോറസ്റ്റ് പോലെ ആക്കിയെടുത്തേക്കാണ്. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഡോം പോലെ ഒരു ഗോൾഡൻ കളറിൽ, ഞാൻ ഇടുന്ന വീഡിയോയിൽ കാണിക്കുക, അത് ഗോൾഡൻ കളറിൽ ഒരു മെഡിറ്റേഷൻ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിലെന്താ വെച്ചാൽ സെൻറ്ററിൽ തന്നെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വന്ന് വീഴാനും, അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ക്രിസ്റ്റൽ ഒരു ഗോളമുണ്ട്, അതിലൂടെ സ്പ്രെഡ് ചെയ്യാനും. അപ്പോൾ അവിടെ ആ റൂമിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പം വല്ലാത്തൊരു ഇഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തല്ല. ഒരു ഒരു പ്ലേസ് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ആ പ്ലേസിനെ പറ്റി ഗൂഗിൾ ചെയ്യുമല്ലോ, എന്താ ഇമ്പോർട്ടൻസ് എന്നറിയാൻ. അപ്പം അങ്ങനെ മുമ്പോട്ടേ ഞാൻ അങ്ങനെ നോക്കലുണ്ട്. അപ്പം നോക്കിയപ്പോൾ കണ്ടതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്ത് പറ്റിയ വെച്ചാൽ അവിടെ ഇതാണ് മെയിൻ്റെനൻസ് വർക്ക് നടക്കുക.
മൊത്തം കിളച്ചിട്ടേക്കുക. അതിൻ്റെ ചുറ്റും മണ്ണ് ഫുൾ എടുത്ത് എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് ആണെന്ന് തോന്നുന്നു തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് കാണാം, ഫോട്ടോ എടുക്കാം. പിന്നെ അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, കാരണം അവരൊരു എക്കോ ഫോറസ്റ്റ് പോലെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ലോൺ ഗാർഡനൊക്കെ വെച്ച് നമുക്കൊരു ഈവനിങ് ആണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അപ്പോൾ ഈവനിങ് കുറേ നേരം അവിടെ ഇരുന്നു. അതിനുശേഷം അവരുടെ തന്നെ, അതായത് ആ ഭാഗത്ത് തന്നെ ഓറോവില്ല ബീച്ച് ഉണ്ട്. പക്ഷെ ബീച്ചിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര രാത്രിയായിപ്പോയി. അപ്പം ബീച്ച് രാത്രിയാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഞാൻ ഇറങ്ങി. പക്ഷെ എനിക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ലൈറ്റ് ഉണ്ടായിരുന്നില്ല. തീരെ ലൈറ്റപ്പ് ചെയ്യാത്ത ഒരു ബീച്ചായിരുന്നു, ഭയങ്കര ഇരുടായിരുന്നു. അവിടെ ഫുഡ് കൊടുക്കുന്ന സ്റ്റോൾസിൽ മാത്രം അവരിങ്ങനെ ചെറിയ അവരുടെ എമർജൻസി ലൈറ്റ് വെച്ചു എന്നല്ലാണ്ട് ഒരു നമ്മളുടെ ഒരു ബീച്ച് ടൂറിസം അവിടെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒന്നും കണ്ടില്ല. അപ്പം ഇതായിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. പിന്നെ പോണ്ടിച്ചേരി ഒരു ദിവസം കണ്ട് കഴിഞ്ഞതിൻ്റെ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ തോട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. വൈകുന്നേരം തിരിച്ചു ട്രെയിൻ കയറിയാൽ മതി. ഇനി 2 ദിവസം 3 ദിവസം ഉണ്ടെങ്കിൽ ഓരോ സ്ഥലവും നിന്ന് കാണാം, അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ മ്യൂസിയം പോയി കണ്ടു. അപ്പോൾ അത് ചോള ഡൈനാസ്റ്റീൻ്റെ സമയത്തുള്ള കളക്ട് ചെയ്ത സ്കൾപ്ചേഴ്സും അവരുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് 2 നില ഫുള്ള് അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറേ മിനറൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, അത് വീഡിയോയിൽ ഉണ്ടാവില്ല, കാരണം അവിടേക്ക് ക്യാമറ കയറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ കണ്ട കാര്യം, അവിടെ ഫുള്ള് ആ സ്കൾപ്ചേഴ്സും പിന്നെ അവർ അന്ന് യൂസ് ചെയ്തിരുന്ന കോയിൻസ്, അവർ യൂസ് ചെയ്തിരുന്ന അവരുടെ ഡേ ടു ഡേ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ആ ഡൈനാസ്റ്റിയിലെ സാധനങ്ങൾ, ഇതൊക്കെ നല്ല മ്യൂസിയം പോലെ അടുക്കി വെച്ചിട്ടുണ്ട്. മെയിൻലി ആർട്ട് ആൻഡ് ഹിസ്റ്ററിയ, പിന്നെ കുറേ ചിത്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റ്, പിന്നെ നല്ല ഓരോ സ്ട്രീറ്റ് ഓരോ കളർ, ചിലത് യെല്ലോ, ചിലത് ബ്ലൂ, ചിലത് ഗ്രേ, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം. ആ സ്ട്രീറ്റ് അത് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ടൈമിലുള്ള വില്ലാസ്, വീടുകൾ, അതിൻ്റെ ഒരു സ്റ്റൈൽ ഇപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനായകർ ടെമ്പിളിൽ പോയി. ടെമ്പിൾ 4 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ. ഉച്ചക്ക് അടച്ചു കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് അടച്ചാൽ പിന്നെ 4 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പോയിട്ട് കാര്യമില്ല, ഈവനിങ് പോയാൽ മതി. അവിടെ ഉള്ളോട്ട് ക്യാമറ ഇല്ല, പക്ഷെ പുറത്ത് ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ്. പിന്നെ സെക്രഡ് ഹാർട്ട് ഓഫ് ബെസിലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച്, അതൊരു 100 വർഷത്തിൽ മേലെയായ ചർച്ചാണ്. ഒരു ഗോത്തിയൻ ആർക്കിടെക്ചറിലാണ് അത് പണി കഴിപ്പിച്ചിരുന്നത് അന്ന്, ഫ്രഞ്ച് ടൈമിൽ തന്നെ. ഉള്ളിലൊക്കെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഭംഗിയല്ല, പക്ഷെ അതിൻ്റെതായ ഒരു കളർ കോമ്പിനേഷനും ആർക്കിടെക്ചറിനും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അതിപ്പോഴും ലൈവായിട്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അവിടെ എന്തൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഡിവോട്ടീസിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് മെയിൻലി ആ ഒരു ദിവസം കവർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടുതൽ സിറ്റിയിലൂടെ സൈക്കിൾ ചെയ്ത് നടക്കൽ തന്നെയായിരുന്നു. ടൗണിലൂടെയും പിന്നെ അല്ലാത്ത സ്ട്രീറ്റിലൂടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സൈക്കിൾ ചെയ്ത് നടന്നു. നല്ല വെയിലായിരുന്നു. വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന വെയിലായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല, ഹെൽമെറ്റ് ഉണ്ട്, എന്നാലും നല്ല വെയിലായിരുന്നു. വേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സൈക്കിള് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചവിട്ടിയിട്ട് പിന്നെ ഫുള്ള് ഇലക്ട്രിക്കലിൽ തന്നെയാണ് ഓടിച്ചത്, സ്കൂട്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചത്. അപ്പോൾ നമുക്ക് ടയേർഡ് ആവില്ലല്ലോ, അപ്പോൾ ഈസി ആയിരുന്നു. അപ്പം അങ്ങനെ സൈക്കിളിൽ ഫുൾ റോം ചെയ്ത് കണ്ടു. ലാസ്റ്റ് ആ ഒറോവില്ലയിൽ നല്ലൊരു എക്കോ ടൂറിസ്റ്റ് ഫോറസ്റ്റിലൂടെ നടക്കുന്നൊരു ഇതൊക്കെ ഉണ്ടായി. മൃഗങ്ങളും പക്ഷികളൊന്നും നമുക്ക് കാണാൻ കിട്ടില്ല, പക്ഷെ ഒരു വേറെ ഫീൽ ആയിരുന്നു. അതും കുറേ നടക്കാനുണ്ട്. അവിടെ ബസ് സർവീസും ഉണ്ട്, പക്ഷേ നമ്മൾ നടക്കാനാണ് പ്രിഫർ ചെയ്തത്. കുറച്ച് ദൂരം നടക്കാമല്ലോ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട്. തിരിച്ചു വരുമ്പോഴും അവിടെ ബസ് ഉണ്ട് ആൾക്കാരെ എങ്ങോട്ട് എത്തിക്കാൻ, പക്ഷേ തിരിച്ചും നമ്മൾ നടക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോണ്ടിച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു മഹാബലിപുരത്തേക്ക്. പക്ഷെ മഹാബലിപുരത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പ് കണ്ടു. അപ്പോൾ അവിടെ ചേക്കേറി ആ പാർക്കിങ്ങിലായിരുന്നു കിടന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ കിടക്കുക എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല, വണ്ടിയിൽ കിടക്കാനുള്ള സെറ്റപ്പ് ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. ഇത് പിനോവ ക്രിസ്റ്റി ആണല്ലോ. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന സീറ്റും ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സീറ്റിൽ അത് രണ്ടും നമുക്ക് ബെഡാക്കി മാറ്റാൻ പറ്റും. അതായത് അത് നേരെ ആക്കിയിട്ട് ഈ സംഭവം ഫുള്ളി ഒരു ബെഡ് പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റും. അപ്പോൾ 2 എണ്ണമായി. പിന്നെ നമ്മൾ മറ്റേ ക്വിൽറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു 300 GSM-ൻ്റെ. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിടും, പില്ലോ വെച്ചിട്ട് നന്നായി സുഖത്ത് കിടന്നു, ഒരു കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ
പെട്രോൾ പമ്പ്സിൽ നിർത്തുമ്പം എനിക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്തായാലും വണ്ടിയിൽ കിടക്കണം ട്രിപ്പിൽ എന്ന് വിചാരിച്ചിരുന്നു. കാരണം ട്രാൻസിറ്റ്സ് ഉണ്ടാവുമല്ലോ ചില സ്ഥലത്തുനിന്ന്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണത്തേക്കൊക്കെ 12 hours ഒക്കെ ജേർണി വരുമ്പോൾ നമ്മൾ ഹൈവേ കൂടി അല്ലേ പോകുന്നത്, പിന്നെ ടൗണിലേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നല്ല പമ്പുകളിൽ വണ്ടിയിൽ തന്നെ കിടക്കാം. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും റൂം എടുക്കണം, അലക്കാനും പിന്നെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും എന്നറിയാം. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ കിടക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ഒരു ദിവസം ഈ കിടക്കാനുള്ള നേരെ സെറ്റപ്പിൽ വീഡിയോ എടുത്തരാം. സാധാരണ നമ്മളൊരു 9:30-10 മണിയാകുമ്പോഴേക്ക് ഏതെങ്കിലും പമ്പിൽ കയറും. അപ്പം ഇതുവരെയുള്ളൊരു അനുഭവം വെച്ചിട്ട് എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്. പ്രത്യേകിച്ച് വണ്ടിയിൽ സ്റ്റിക്കർ ചെയ്തതിൻ്റെ ഒരു ഉപകാരമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്നെ വന്ന് ചോദിക്കും എന്ത് വേണം, വെള്ളം ഫില്ല് ചെയ്ത് തരണോ, അങ്ങനെ ഭയങ്കര സഹകരണ മനോഭാവമാണ് ഇതുവരെ. ഇപ്പം ശരിക്കും ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ കൊൽക്കട്ടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ച ഫുള്ള് കൊൽക്കട്ടയിൽ, ഒരാഴ്ചയായിട്ട് കൊൽക്കട്ടയിൽ താമസിക്കുകയാണ്. പക്ഷെ വീഡിയോസ് എന്തുകൊണ്ടാണ് ഇപ്പം ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം ഡ്രൈവിങ് മാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നാണ്, ലാപ്പിലാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് വീഡിയോസ് ആയി കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് തുടങ്ങാൻ, കുറച്ച് ഗ്യാപ്പ് ഇടാം. ഇനി പോകുന്നതിനൊപ്പം ഡെയിലി ഇടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ബാത്റൂം ആയിരുന്നു ഒരു കൺസേൺ എനിക്ക്. അതായത് ഈ പമ്പിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ബാത്റൂമൊക്കെ നീറ്റായിരിക്കുമോ, നമ്മൾക്ക് അതൊരു കംഫർട്ടബിൾ ആയിരിക്കുമോ? കാരണം അതായിരിക്കുമല്ലോ ഒരു ബേസിക് കംഫർട്ട്. എനിക്കതായിരുന്നു ബേസിക് കംഫർട്ട്. ഫുഡൊന്നും എനിക്ക് പ്രശ്നമല്ല, സ്ട്രീറ്റ് ഫുഡൊക്കെ എനിക്കിഷ്ടം. പക്ഷേ സത്യം പറയാം, എല്ലാ ബാത്റൂമും അടിപൊളിയാണ്. HP പിന്നെ ജിയോൻ്റെ പമ്പ്, ജിയോ കമ്പൈൻ ചെയ്തിട്ട് പമ്പുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ. പക്ഷെ ഒരെണ്ണം നമുക്ക് കിട്ടി. ആ പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം പമ്പായിരുന്നു. പിന്നെ HP, ഭാരത്, ഇന്ത്യൻ, ഇതിലൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട്. എല്ലാം ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ലേഡീസിൻ്റെ ബാത്റൂമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. നമ്മൾ പോകുമ്പോൾ മാത്രമേ കീ എടുത്ത് തുറക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. വളരെ നീറ്റായിട്ടുള്ള ബാത്റൂം കിട്ടും. കൂടുതൽ ആൾക്കാർ ജെൻസിലല്ലേ പോകുന്നത്. പക്ഷേ ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് ബാത്റൂംസിനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് കാണിച്ചു തരാൻ. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ പോയ റൂട്ടിൽ നമ്മൾ യൂസ് ചെയ്ത ബാത്റൂമൊക്കെ നല്ലതാണെന്ന് പറയുന്ന ഈ പമ്പുകൾ ഉണ്ടല്ലോ, അത് പിന്നെ ഇത് വെക്കണം. കാരണം ഇനി ഇതിൻ്റെ പുറകെ പോകാൻ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും ഒരു വിഷമം കൂടാതെ ആ പമ്പ് കയറി കിടന്നാൽ മതിയല്ലോ. കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഇത് ഏത് പമ്പാണ്, ഇങ്ങനെയാണ്, ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മളതിൻ്റെ തന്നെ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ വലിയ പമ്പ് നോക്കിയിട്ട് നല്ല കുറച്ച് തിരക്കുള്ള ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷെ ഇതുവരെ വളരെ വിജയകരമായിരുന്നു എല്ലാ പമ്പ് സെലക്ഷനും. അപ്പം അതിലൊരു സന്തോഷമായൊരു കാര്യം എനിക്കതാ. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഹോട്ടൽ ഫുഡ്സ് കഴിക്കാറുണ്ട്. പോണ്ടിച്ചേരിയിലെ രാത്രി നമുക്കൊരു മലയാളി ഹോട്ടൽ കിട്ടി, ബനാന ലീഫ്, യൂണിവേഴ്സിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് കാരണം നമ്മൾ അവിടെ നിന്ന് അറോവില്ല ബീച്ചിൽ നിന്ന് പോരാൻ നേരത്ത് നമ്മുടെ KL രജിസ്ട്രേഷൻ കണ്ടിട്ട് നമ്മളൊരു മലയാളി വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ആള് അവിടെ പഠിക്കുകയാണ്, PG പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ്. അപ്പോൾ ആള് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നു ഏത് മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്നാണ് നല്ല ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറുമ്പോൾ തന്നെയുള്ള പമ്പിലാണ് അന്ന് കിടന്നത്. പിന്നെ രാവിലെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇതൊരു യാത്രാ വ്ളോഗായിട്ടല്ലല്ലോ, അങ്ങനെ പക്കാ പറയാൻ പറ്റൂല വ്ളോഗിനെ പറ്റിയിട്ട്. കാരണം ഫുൾ ടൂറിസം കവർ ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോയ സ്ഥലം, നമ്മൾ കണ്ട കാഴ്ച മാത്രമായിരിക്കും ഇതിൽ വരുന്നുള്ളൂ. അപ്പം അതിനെ പറ്റിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവ് എനിക്കും ഇല്ല. പക്ഷെ ആ മൊമെൻറ്റിൽ പോണ്ടിച്ചേരി ഫുൾ എൻജോയ് ചെയ്തു. ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഫുൾ ജോളിയായിരുന്നു. 1 day കിട്ടിയുള്ളൂ. പക്ഷെ എനിക്കത് തികഞ്ഞു എന്ന് തോന്നി, തികയാണ്ടുള്ള പോലെ തോന്നിയില്ല. എനിക്കത് സഫീഷ്യൻ്റ് ആയി തോന്നി. കാരണം ഈവനിങ് വരെ നമ്മൾ ഫുള്ള് ബീച്ചും കാര്യങ്ങളും ഫുഡ് അടിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ തന്നെ പമ്പ് കിടന്ന് പിന്നെ രാവിലെ വേറെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയായിരുന്നു പോണ്ടിച്ചേരി. അപ്പോൾ ഒരു ദിവസം രാവിലെ എത്തി വൈകുന്നേരം വരെ സമയമുള്ളെങ്കിൽ പോണ്ടിച്ചേരി വളരെ സിമ്പിളായിട്ട് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യുക, കാണുക, എൻജോയ് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഫുള്ള് ജോളി അടിച്ച് നടക്കുക, ഒരു സൈക്കിൾ റെൻറ്റിന് എടുക്കുക, വൈകുന്നേരം സൈക്കിൾ കൊടുക്കുക, തിരിച്ച് ട്രെയിൻ കയറി പോരുക. ഇതാണ് പരിപാടി. അപ്പോൾ സംഭവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ മൊത്തം പോണ്ടിച്ചേരീൻ്റെ ഒരു ടൂറിസം
ഫുള്ള് കാണിക്കാൻ പറ്റില്ല എന്തായാലും വീഡിയോയിൽ. പക്ഷേ ഞങ്ങൾ ഈ പോയ സ്ഥലത്ത് നമ്മൾ എൻജോയ് ചെയ്ത ഒരു 2-3-4 സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ എൻജോയ് ചെയ്തത് ഞാൻ വീഡിയോയും ഫോട്ടോയും എടുത്തത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് മഹാബലിപുരമാണ് ഇടാനുള്ളത്. പോണ്ടിച്ചേരി ഇപ്പം ഈ ബീച്ചും ഈ ഫ്രഞ്ച് സ്റ്റൈലും കണ്ടിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മഹാബലിപുരം കാണുമ്പോൾ ഞെട്ടും, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അത് വേറെ തന്നെ ഒരു ടെമ്പിൾ ആൻഡ് മോണുമെൻറ്റ്സിൻ്റെ ഒരു കൾച്ചറാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കാണുന്ന കാഴ്ചയല്ല അടുത്ത ദിവസം കാണുന്നത്, അടുത്ത ദിവസം കാണുന്ന സിറ്റിയല്ല അടുത്ത ദിവസമാണ്. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ. റീഫ്രഷ്മെൻറ്റ് എന്ന് പറയില്ലേ, അതായത് ഒരെണ്ണം കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ഒരു 2 ആഴ്ച നിന്നാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു 5 ദിവസം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് 6ാമത്തെ ദിവസം അതൊക്കെ കുറേ കണ്ട് റിപ്പീറ്റഡ് കാഴ്ചയല്ലേ എന്ന് വിചാരിക്കാമല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സ്കോപ്പില്ലാന്ന്. ഇതിപ്പോൾ ഇന്ന് പോണ്ടിച്ചേരി ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുക പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന എടുക്കുന്നു, അത് ഞാൻ ഇടാന്നുള്ള നിലയ്ക്ക്, അല്ലാണ്ട് അതിനായിട്ട് അത്രയും സ്കില്ലില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അടുത്ത പോണ്ടിച്ചേരി ഇന്ന് കഴിഞ്ഞ് മഹാബലിപുരത്ത് എത്തുമ്പോൾ വീണ്ടും മഹാബലിപുരം വേറെ ലെവൽ, ഒന്നിലൊന്ന് ബെറ്റർ എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ ആളുകളും പിന്നെ ഫുഡ്, അയ്യോ എന്തൊരു ടേസ്റ്റ് അറിയാം ഫുഡൊക്കെ. തമിഴ്നാട് ഫുഡ് ഓൾറെഡി എനിക്ക് ഇഷ്ടമാണ്, കാരണം ഞാൻ എൻ്റെ PG ചെയ്തത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തമിഴ്നാട് ഫുഡ് ടേസ്റ്റ് ഫ്ലേവറൊക്കെ നമുക്ക് അറിയാം. പിന്നെ കൂടുതൽ നമ്മളുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സ്ഥലങ്ങളിലെ ഫുഡ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അവരുടെ ടേസ്റ്റ്, അവർ യൂസ് ചെയ്യുന്ന എണ്ണ എല്ലാം വ്യത്യാസപ്പെട്ട ഫ്ലേവറാണ്. പക്ഷേ എല്ലാം ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചില ഫുഡേ കഴിക്കുമെന്നല്ലാണ്ട് ഫുഡ് ജനറലി ഒരു ഫുഡ് ഇഷ്ടമാണെങ്കിൽ അത് വെച്ചിട്ട് ഒരുപാട് കഴിക്കണമെന്നില്ല. കുറച്ച് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കുറച്ച് ഫുഡ് ആണെങ്കിൽ അത് വളരെ ടേസ്റ്റിൽ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത കാര്യം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ എനിക്കെന്ത് ഫീൽ ചെയ്തു, ഞാൻ എന്തൊക്കെയാണ് കണ്ടത്, ഞങ്ങൾ എൻജോയ് ചെയ്തത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇനി ഈ വീഡിയോ ഞാൻ ഇടാം, അതിൽ ഞാൻ കണ്ട മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇടാം. അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ടൈപ്പ് ചെയ്ത് കമൻ്റ് എഴുതുക, എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലം കാണാം.